ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് പലരും എന്നോട് ചോദിച്ചു, അച്ഛാ ഞങ്ങൾക്കൊരു ക്ലാരിറ്റി വേണം. എന്താണെന്നായിരിക്കും, പരിശുദ്ധ അമ്മയെ കത്തോലിക്ക സഭ തള്ളിപ്പറഞ്ഞോ? ഈ ദിവസങ്ങളിൽ ഇതര മതസ്ഥരും അതോടൊപ്പം തന്നെ മറ്റ് വിഭാഗത്തിൽപ്പെട്ടവർ, കത്തോലിക്ക സഭയിലല്ലാത്ത മറ്റ് വിഭാഗത്തിൽപ്പെട്ട അനേകര് ഈ ഇടക്കാലത്ത് വിശ്വാസ സംഘം വത്തിക്കാനിൽ നിന്നിറക്കിയ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ചില രണ്ട് വാക്കുകളുടെ ഒരു കൃത്യത, അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി കോളിളക്കങ്ങൾ സഭയിൽ ആകമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുക. പല തെറ്റിദ്ധാരണകളും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ചിലരുടെയൊക്കെ ഹെഡിങ് ഞാൻ വായിക്കുകയുണ്ടായി, കത്തോലിക്ക സഭ തെറ്റുതിരുത്തുന്നു, കത്തോലിക്ക സഭയ്ക്ക് തെറ്റുപറ്റിയിരിക്കുന്നു, മാതാവ് ഇനി മുതൽ മധ്യസ്ഥയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഒരു കാര്യം ഞാൻ ആരംഭത്തിൽ തന്നെ പറയട്ടെ, പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പരിശുദ്ധ ദൈവമാതാവുമായി ബന്ധപ്പെട്ടുള്ള കഴിഞ്ഞ 2000 വർഷത്തെ പഠനങ്ങൾക്കോ പ്രബോധനങ്ങൾക്കോ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അതാദ്യം നിങ്ങളുടെ തലയ്ക്കകത്ത് കൊണ്ടുവരണം. അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ സഭയിലുള്ള പങ്കാളിത്തത്തെക്കുറിച്ചോ മാധ്യസ്ഥത്തെക്കുറിച്ചോ ഒന്നും ഒരു കുറവും സംഭവിച്ചിട്ടില്ല. ഒരു വിധത്തിലും തരം താഴ്ത്തി കെട്ടിയോ സഭ സംസാരിച്ചിട്ടില്ല. പിന്നെ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? 2 വാക്കുകൾ അതിൻ്റെ ഉപയോഗം തെറ്റിദ്ധാരണയ്ക്ക് വഴിതെളിക്കാൻ സാധ്യതയുണ്ട് എന്ന് സഭ കണ്ടതുകൊണ്ട് വിശ്വാസ സംഘം അതേക്കുറിച്ച് കൃത്യമായ ഔദ്യോഗികമായ തീർപ്പ് കൽപ്പിച്ചു. അത്രേ ഉള്ളൂ. 2 വാക്കുകൾ ഇതാണ്. ഒന്ന്, കോറിഡംട്രിക്സ്, സഹരക്ഷക. പരിശുദ്ധ അമ്മ സഹരക്ഷകയാണോ അല്ലയോ? ഞാനിപ്പോഴും ഓർക്കുകയാണ്, ഞങ്ങളുടെ സെമിനാരി പഠനകാലത്ത് ഞങ്ങളെ മരിയോളജി പഠിപ്പിച്ച ഞങ്ങളുടെ പ്രൊഫസർ അന്ന് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പരിശുദ്ധ അമ്മയെ ഇന്നും സഭ സഹരക്ഷകയായിട്ട് കണക്കാക്കിയിട്ടില്ല. എന്തുകൊണ്ടാണ്? യേശു മാത്രമാണ് ഏകരക്ഷകൻ. പരിശുദ്ധ അമ്മയെ സഹരക്ഷകയായിട്ട് നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു അപകടമുണ്ട്. പരിശുദ്ധ അമ്മയിലൂടെയും രക്ഷ സാധ്യമായത് ഇല്ല. രക്ഷ സാധ്യമായത് യേശുക്രിസ്തുവിലൂടെ മാത്രമാണ്. പരിശുദ്ധ അമ്മയുടേതായ രീതിയിൽ ഈ രക്ഷാകര പ്രവർത്തനത്തിന് സഹകരിച്ചിട്ടുണ്ട്. അമ്മയുടെ ഫിയാത്ത് യേശുക്രിസ്തു ലോകത്തിലേക്ക് വരാനുള്ള കാരണമായിട്ട് മാറി. പക്ഷേ രക്ഷയും വിമോചനവും സാധ്യമായത് യേശുക്രിസ്തുവിലൂടെ മാത്രമാണ്. ഇത് തന്നെയാണ് കഴിഞ്ഞ 2000 വർഷമായിട്ടുള്ള സഭയുടെ പഠനവും. അതിനകത്ത് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ വാക്ക് തെറ്റിദ്ധാരണയ്ക്ക് വഴിതെളിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് യേശുക്രിസ്തുവിന്റെ രക്ഷാകര, യേശുക്രിസ്തുവിലൂടെ മാത്രമുള്ള രക്ഷയെ ഏതെങ്കിലും രീതിയിൽ വില കുറഞ്ഞ് കാണാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ സഹരക്ഷക എന്ന വാക്ക് പ്രയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് സഭ തീർപ്പ് കൽപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇതിനകത്ത് പ്രത്യേകിച്ച് സഭയുടെ ഔദ്യോഗിക പരിശുദ്ധ അമ്മയുമായി ബന്ധപ്പെട്ട ഒരു പ്രബോധനത്തിന് മാറ്റം ഉണ്ടായിട്ടില്ല. പിന്നെ ഈ അടുത്ത കാലത്ത് സഭയിൽ വന്നിട്ടുള്ള തീവ്ര മരിയ ഭക്തിയിൽ നിന്നും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില സംഘടനകൾ വത്തിക്കാനിൽ നിരന്തരമായ ഒരു പ്രഷർ ചെലുത്തിയിരുന്നു. എന്താണ്? ഈ 2 വാക്കുകൾ, പരിശുദ്ധ അമ്മയെ എല്ലാ അനുഗ്രഹങ്ങളുടെയും മധ്യസ്ഥ, കൃപകളുടെയും മധ്യസ്ഥ എന്ന വാക്ക് കൊടുക്കണം, സഹരക്ഷക എന്നുള്ള വാക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ശക്തമായ ഒരു പ്രഷർ വത്തിക്കാനിൽ നൽകിയത് കൊണ്ടാണ് വിശ്വാസ തിരുസംഘം ഈ വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഈ വിഷയം, ഈ 2 വാക്കുകൾക്ക് കൃത്യമായ ഔദ്യോഗികമായ സഭാപരമായ തീർപ്പ് കൽപ്പിച്ചു തന്നിരിക്കുന്നു. ഒന്ന്, ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് യേശുവിൻ്റെ രക്ഷയുടെയും യേശുക്രിസ്തുവിലൂടെ മാത്രം പൂർത്തിയായ രക്ഷാകര പദ്ധതിക്കും, യേശു പിതാവിൻ്റെ സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥനായി മാറിയ ഒരുവനേ ഉള്ളൂ, അത് യേശുക്രിസ്തു മാത്രമാണ്. യേശുക്രിസ്തുവിൻ്റെ മാധ്യസ്ഥത്തോട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തെ, ഇന്റർസെഷനെ നമുക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റുന്നല്ല. വിശുദ്ധരും പരിശുദ്ധ അമ്മയും ഒക്കെ യേശുക്രിസ്തുവിൻ്റെ മാധ്യസ്ഥത്തിലേക്ക് നമ്മളെ നയിക്കുന്നവരാണ്. യേശുക്രിസ്തുവാണ് യഥാർത്ഥ മധ്യസ്ഥൻ. ആ പഠനം 2000 വർഷമായിട്ടുള്ള സഭയുടെ പഠനം, അതിനൊന്നും മാറ്റമില്ല. പക്ഷേ ഇന്ന് നമ്മൾ ചുറ്റുപാടും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, പലരും വീഡിയോ ഇടുന്നത് ഇതര വിഭാഗത്തിലുള്ളവർ, എന്തിന് ക്രിസ്ത്യാനികൾ പോലും ഇല്ലാത്ത മറ്റു മതസ്ഥരും ഈ കാലഘട്ടത്തിൽ പല മീഡിയയും ഇതെടുത്ത് വലിയ ചർച്ചയ്ക്ക് വഴിതെളിച്ചിട്ടുണ്ട്. ഇത്രയും ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അമ്മ, സഭയാകുന്ന അമ്മ തൻ്റെ മക്കൾക്ക് ഈ 2 വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വരാൻ സാധ്യതയുള്ള തെറ്റിദ്ധാരണ, ദൈവജനത്തിൻ്റെ ഇടയിൽ വരാൻ സാധ്യതയുള്ള തെറ്റിദ്ധാരണ, അതുമാത്രമല്ല മറ്റനേകം മാമോദീസ സ്വീകരിക്കാതെ തന്നെ
വിശ്വാസത്തിന്റെ മാമോദീസ സ്വീകരിച്ച് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന അനേകരുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അമിതമായ മരിയ ഭക്തി ഒരുപക്ഷെ യേശുക്രിസ്തുവിന് തുല്യത നൽകാൻ, പരിശുദ്ധ അമ്മയ്ക്ക് യേശുക്രിസ്തുവിനോടുള്ള തുല്യത നൽകാൻ കാരണമാകുമ്പോൾ ഇതര മതത്തിൽ നിന്നൊക്കെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് വരുന്നവര് പരിശുദ്ധ അമ്മയെ ആരാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇവരെത്തി. നമുക്കറിയാം, കത്തോലിക്ക സഭയിൽ സഭയുടെ പ്രബോധനം അനുസരിച്ച് പരിശുദ്ധ അമ്മയെ നമ്മൾ സഭയിൽ ആരാധിക്കുന്നില്ല, വണങ്ങുക മാത്രമാണ് ചെയ്യുന്നത്. ഹൈപ്പർ ധൂളിയ എന്ന് പറയും, ഒരു പ്രത്യേക വണക്കം പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്. കാരണം എന്താ? ജീവിതത്തിന്റെ എല്ലാ വേളകളിലും പരിശുദ്ധ അമ്മ ദൈവവചനത്തോടും ദൈവഹിതത്തോടും ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞവരാണ്. ഫിയാത്ത്, പരിപൂർണമായ സമർപ്പണം നടത്തിയവരാണ്. അതുകൊണ്ട് സഭയിൽ പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേക സ്ഥാനമുണ്ട് എന്ന് കരുതി പരിശുദ്ധ അമ്മ ഒരു മനുഷ്യ സ്ത്രീയാണ്. ഇന്ന് വരെയും സഭയുടെ ഏതെങ്കിലും ഔദ്യോഗിക പ്രബോധനങ്ങൾ പരിശുദ്ധ അമ്മയെ ആരാധിക്കാൻ പറഞ്ഞിട്ടില്ല. ആരാധന ദൈവത്തിന് മാത്രമുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഈ തെറ്റിദ്ധാരണകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മയെ യേശുക്രിസ്തുവിനോട് ഉപമിക്കുന്ന ആ രക്ഷയോട്, യേശുക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ട രക്ഷയോട് ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ദൈവജനത്തിന് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ, വിശ്വാസപരമായ തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് സഭ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഈ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതാണ് ഈ ദിവസങ്ങളിൽ. അപ്പോൾ അത് ഒരു ക്ലാരിറ്റി വരുത്തി. അപ്പോൾ ഈ തീവ്ര മരിയ ഭക്തി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സംഘടനകൾ വത്തിക്കാനിൽ ചെലുത്തിയ ആ പ്രഷറിന്റെ ഒരു കൺക്ലൂഷനായിട്ട് മാർപ്പാപ്പ ആ വിശ്വാസ രേഖ, മാത്തർ പോപ്പുലി ഫിദലിസ് എന്ന് പറയുന്ന രേഖയിൽ ഒപ്പുവെച്ച് ഇതാണ് സഹരക്ഷക, എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്ന് പരിശുദ്ധ അമ്മയെ വിളിക്കരുത് എന്ന് പറഞ്ഞു. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഒന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാകണ്ട. പരിശുദ്ധ അമ്മ ഇന്നും മധ്യസ്ഥയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ശക്തിയേറിയ മാധ്യസ്ഥമാണ്. പക്ഷെ യേശുവിന്റെ മാധ്യസ്ഥത്തോട് തുലനം ചെയ്യരുതെന്നുള്ളൂ. അത് നമ്മുടെ രക്ഷയുടെ മധ്യസ്ഥനായിട്ട് യേശു മാത്രമേ ഉള്ളൂ. മറ്റെല്ലാ വിശേഷണങ്ങളും പരിശുദ്ധ അമ്മയ്ക്ക് നൽകപ്പെട്ടിട്ടുള്ളതും മറ്റു മരിയൻ ഭക്തിയുമായിട്ടുള്ള എല്ലാ പ്രബോധനങ്ങളും അതുപോലെ തന്നെയാണ്. ഒരു മാറ്റവും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഒരു തെറ്റിദ്ധാരണയും വേണ്ട. നിങ്ങൾ തലകത്തേക്ക് ഒരു അസ്വസ്ഥത എടുക്കണ്ട. ഇത് നമുക്ക് സഭ, നമ്മുടെ അമ്മ നമുക്ക് 2 വാക്കുകളിൽ ഒരു ക്ലാരിറ്റി തന്നു എന്നേ ഉള്ളൂ. ഈ വിഷയത്തിൽ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുകയോ ഏതെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ കേൾക്കുമ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകണ്ട. പരിശുദ്ധ അമ്മയെ സഭ വില കുറച്ച് കാണുന്നില്ല. അമ്മയുടെ ആ മാതൃസ്നേഹത്തിൽ തന്നെയാണ് സഭ ഇന്നും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മളൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ജപമാല പ്രാർത്ഥന ഒന്നും നിർത്തിയിട്ടില്ല, അമ്മയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന ഒന്നും നിർത്തിയിട്ടില്ല കേട്ടോ. അതെല്ലാം നമ്മൾ തുടരണം. പൂർവാധികം ഊർജ്ജസ്വലരായി നമ്മൾ മുന്നോട്ട് പോകണം. അമ്മയോട് ചേർന്ന് യേശുക്രിസ്തുവിലേക്ക് നമ്മൾ എത്തും. അതാണല്ലോ അമ്മ പറഞ്ഞത് കാനായിലെ കല്യാണ വീട്ടിൽ. അതാണ് അമ്മയുടെ മാധ്യസ്ഥം. എന്ത്? യേശുവിലേക്കാണ് അമ്മ നമ്മളെ നയിക്കുന്നത്. അതാണ് അമ്മയുടെ മാധ്യസ്ഥം, ഒരു ഇന്റർസെഷൻ. അമ്മ പറഞ്ഞു, അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. അത് തന്നെയാണ് അമ്മയോട് ചേർന്നിരിക്കുമ്പോൾ അമ്മ നമ്മളോടും പറയുന്നത്, ഈശോ പറയുന്നത് പോലെ ചെയ്യുവിൻ. അതുകൊണ്ട് അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട്, സഭയുടെ ഭാഗമായി നിന്നുകൊണ്ട്, യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശു മാത്രമാണ് ഏകരക്ഷകനെന്ന് വിശ്വാസത്തിന്റെ ആ സത്യം ഉറക്കെ പ്രഖ്യാപിക്കാൻ ആത്മാവ് നമുക്ക് ശക്തി തരട്ടെ, ബലം തരട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.